കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ +1 പ്രവേശനത്തിന് ഓൺലൈൻ സാധ്യത തേടുകയാണ് പോലീസ്. നടപടിക്രമങ്ങൾക്കായി കുട്ടികളെ സ്കൂളിൽ എത്തിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. പ്രദേശത്ത് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് പ്രവേശനം ഓൺലൈൻ വഴിയാക്കാനാണ് പോലീസിന്റെ നീക്കം. ദൃശ്യ പുതിയടത്ത് ചേരുന്നു. ദൃശ്യ, ഈ ഉത്തരവ് കോടതിയിൽ നിന്ന് വന്ന സമയത്ത് തന്നെ ഇത് ചർച്ചയായതാണ്. ഇവരെ കൊണ്ടുവന്ന് ഒരു +1 പ്രവേശനം നടക്കുമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഇപ്പോൾ എന്ത് സാധ്യതയാണ് പോലീസ് തേടുന്നത്? അത് എത്രത്തോളം പോസിബിൾ ആണ്? ഈ ഷഹബാസ് മരിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും പ്രദേശത്ത് പ്രതിഷേധ സാധ്യത തന്നെ നിലനിൽക്കുകയാണ്. കാരണം ഈ പ്രതികൾക്ക് ഈ ഓൺലൈൻ ഈ അഡ്മിഷൻ അനുവദിച്ചും അതിനു മുൻപ് ഈ റിസൾട്ട് പ്രഖ്യാപിച്ചതും ഒക്കെ തന്നെ പ്രദേശത്ത് വലിയൊരു ഈ വിമർശനം യിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ +1 പ്രവേശനത്തിന് കുട്ടികളെ താമരശ്ശേരിയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളൊരു വാർത്ത കൂടി വന്നത്. ഈ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്നൊരു ദിവസത്തേക്ക് ഇവരെ അഡ്മിഷനായി വിട്ടയക്കാൻ 10 മണി മുതൽ 5 മണി വരെയുള്ള സമയത്തിൽ ഇവരെ അഡ്മിഷനായി ഈ താമരശ്ശേരിയിലേക്ക് വിട്ടയക്കാനുള്ള ഒരു അനുമതി ലഭിച്ചത്. ഈ താമരശ്ശേരി പോലീസിന്റെ കർശന നിയന്ത്രണത്തോടെ വേണം ഈ സ്കൂളിലേക്ക് എത്തിക്കാനുള്ളൊരു നിർദ്ദേശം കൂടി ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരുന്നു. അതിന് പിന്നാലെ വലിയൊരു പ്രതിഷേധം തന്നെ ഉണ്ടായിട്ടുണ്ട്. പ്രദേശത്ത് കുട്ടികളെ എത്തിച്ചിട്ടുണ്ട്. അത് ഏത് വിധേനയായിരിക്കും ബാധിക്കുക, അല്ലെങ്കിൽ എത്രത്തോളം പ്രതിഷേധം ഉണ്ടായിരിക്കുമെന്ന് കണക്കാക്കിയാണ് പോലീസ് ഇപ്പോൾ ഈ അഡ്മിഷനായി ഓൺലൈൻ സാധ്യതകൾ തേടുന്നത്. ഈ എങ്ങനെയെങ്കിലും ഈ കുട്ടികളെ പുറത്തെത്തിക്കാതെ ഹോമിൽ വെച്ച് തന്നെ കുട്ടികൾ പ്രവേശനത്തിനുള്ള നടപടി സ്വീകരിക്കാൻ കഴിയുമോ എന്നുള്ള സാധ്യതകളൊക്കെ പോലീസ് തേടുന്നത്. അതിനായി കോടതിയെയും സമീപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും ഇന്ന് ഈ അഡ്മിഷനുള്ള അവസാന ദിവസമാണ്. 10 മുതൽ 5 മണി വരെയാണ് സമയമുള്ളത്. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഓൺലൈനായി തന്നെ ഈ പ്രവേശന ഈ നടപടികളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്ന് താമരശ്ശേരി പോലീസ് നോക്കുന്നത്. ധന്യ.